Baby, you are so sweet. എനിക്കിതാണ് എൻ്റെ ഡ്രഗ്സ്. കാരണം വെൻ ഐ ഫീൽ ഡൗൺ ഞാൻ ബൈക്ക് എടുക്കും, കറങ്ങാൻ പോവും, എൻ്റെ ഗിയർ മാറും. ഇതാണ് ഡബിൾ ഡെക്കർ ബസ്. കൊള്ളാം, ചെറുത് സാധനം കൊള്ളാം. ഓഹോ, നല്ല മഴ. റിപ്പിൾ വാട്ടർഫാൾസ് കണ്ടിട്ട് ഇറങ്ങി. റിപ്പിൾ വാട്ടർഫാൾസ് വർത്താണോ എന്ന് ചോദിച്ചാൽ വർത്താണ്. സിപ്പ് ലൈനിൽ പോകണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ട് തീരുമാനമാണ്. പക്ഷേ സിപ്പ് ലൈൻ ഉണ്ടെങ്കിലും ഇല്ലേലും വ്യൂ അടിപൊളിയാണ്. താഴെ നിന്ന് കാണുന്നതും പിന്നെ മുകളിൽ നിന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസ് വേറെയാണ്. അതിപ്പം നമ്മൾ നെക്സ്റ്റ് ടൈം നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. കാരണം ഇപ്പം എനിക്കൊരു വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നമുക്ക് അവിടെ എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സിപ്പ് ലൈൻ ട്രൈ ചെയ്തില്ല. പിന്നെ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ സിപ്പ് ലൈൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒരാൾക്ക് 25 റുപ്പീസാണ് അഡൾട്ടിന് വരുന്നത്. വേറെ എന്താ പറയുക, കുഴപ്പമൊന്നും. ഈ ഒരു റിസോർട്ടാട്ടോ, ഇതിൻ്റെ വാതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മെയിൻ വാട്ടർഫോളിൻ്റെ വ്യൂ കാണാൻ പറ്റും. സോ അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് നേരെ പൂപ്പാറ, ഇവിടുന്ന് രാജാക്കാട്, രാജകുമാരി, പൂപ്പാറ വഴി നേരെ ഗ്യാപ്പ് റോഡ്. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഓ വഴി ചെറുതാണ്, നാരോ ആണ്. ഇവിടെ ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇടിഞ്ഞു പോയിട്ട് ഇപ്പം നിലവിൽ പണിതുകൊണ്ടിരിക്കുക. അപ്പം റിപ്പിൾ വാട്ടർഫാൾസിലോട്ട് വരാനുള്ള വഴിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. സോ ഹോണസ്റ്റ്ലി നിങ്ങൾക്ക് ഈ വാട്ടർഫാൾ ഇഷ്ടപ്പെട്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്ത് പറയുക. ആൻഡ് ഇവിടെ മാത്രമല്ല, താഴെ ഒരു സിപ്പ് ലൈൻ്റെ ഇത് കണ്ടായിരുന്നു. ഇനി ഇതുവരെ തന്നെ കണക്റ്റഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്തായാലും നല്ല അടിപൊളി വ്യൂ ആണ്, കാര്യങ്ങളാണ്, സെറ്റാണ്. ഹോപ്പ്ഫുള്ളി റിപ്പിൾ വാട്ടർഫാൾസ് എങ്ങനെ ഉണ്ടായിരുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. ഓക്കെ, സോ റിപ്പിൾ വാട്ടർഫാൾസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് നേരത്തെ അവിടെ ഒരു മൂന്നാറിന് ഇടത്തോട്ടൊരു വഴി കാണിക്കും. അതല്ല, നേരെ തന്നെ പൂപ്പാറ റൂട്ടിൽ വരിക. പൂപ്പാറ റൂട്ടിൽ വരുമ്പോൾ തന്നെ അവിടെ ഒരു പാലം കണ്ട. ആ പാലം ഇങ്ങനെ കഴിഞ്ഞതേ ആ കടയുടെ ഒക്കെ കഴിയുമ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, റിപ്പിൾ വാട്ടർഫാൾസ് എന്നും പറഞ്ഞ്. സോ ദേ പന്നിയാർകുട്ടി തേക്കിൻകാനം റോഡ് എന്നും പറഞ്ഞ് ഇവിടെ എഴുതി. ഇവിടെ നിന്ന് നേരെ ഒരു 3 കിലോമീറ്റർ അകത്ത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്, പൂപ്പാറയിലോട്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇങ്ങോട്ട് പോകണം. അപ്പോൾ വഴി കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി വേണ്ട ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. ഓക്കെ, സോ ഇപ്പം നമ്മൾ കറൻറ്റ്ലി എന്ന് പറഞ്ഞാൽ രാജാക്കാട് നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാജകുമാരിയിലോട്ടാണ് പോകുന്നത്. രാജാക്കാട്, രാജകുമാരി, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുരുവിള സിറ്റി വരും. കുരുവിള സിറ്റി കഴിഞ്ഞിട്ടാണ് കുരുവിള സിറ്റി നമ്മൾ റൈറ്റ് എടുക്കും. പൂപ്പാറയ്ക്കായിട്ട് വേണ്ട, റിസ്ക് ആണ്. അവിടെ നിന്ന് വണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഉള്ള വഴികളിൽ ഒരുപാട് റിസ്ക് എടുക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ബിക്കോസ് നമുക്ക് എന്തുമാത്രം അതിൻ്റെ വളവുണ്ടെന്ന് നമുക്ക് കയറി ചെല്ലുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ കാണാമായിരുന്നു എനിക്ക്, അതുകൊണ്ടാണ് കയറിയത്. പക്ഷേ ഇറ്റ്സ് റിയലി ഹ്യൂജ് ആക്ച്വലി. പോരെ 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 കുഴപ്പമില്ല. സോ ഇനിയിപ്പോൾ നിലവിൽ പൂപ്പാറയിൽ നിന്ന് നമുക്ക് പിന്നെ ഗ്യാപ്പ് റോഡിലോട്ട് സുഖമായിട്ട് കയറാം. ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചു കുരുവിള സിറ്റിയിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പൂപ്പാറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇതിലെ റൈറ്റ് തിരിഞ്ഞാലാണ് ശാന്തംപാറ. സോ എനിക്ക് ഈ പ്ലേസസ് നല്ലപോലെ അറിയാവുന്നതാണ്. നമുക്ക് നേരെയാണ് പോകേണ്ടത്, കാരണം നമുക്ക് നേരെ പൂപ്പാറയ്ക്ക് സ്ട്രെയിറ്റ് ആണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗ്യാപ്പ് റോഡിലോട്ട് കയറും കേട്ടോ. ഓൾറെഡി ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞു, ലുക്ക് അറ്റ് ദ വ്യൂ. നമ്മൾ ആ മലയുടെ മണ്ടയ്ക്കാണ് പോകേണ്ടത്. നമുക്ക് ഗ്യാപ്പ് റോഡിൽ ടോള് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ബൈക്കിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും നോക്കട്ടെ. ടോള് സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗ്യാപ്പ് റോഡിൽ. ആക്ച്വലി ഇവിടെ നാട്ടുകാർ തടഞ്ഞായിരുന്നു, കാരണം ആ സമയത്ത് ഒരുപാട് കല്ല് പൊട്ടിച്ചിട്ട് ഇവന്മാർ വിറ്റു. എന്നിട്ട് ടോള് പിരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ തടഞ്ഞായിരുന്നു എന്നിങ്ങനെ കേട്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഓപ്പൺ ആക്കിയില്ലായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ഓപ്പൺ ആക്കി എന്ന് പറയുന്നുണ്ട്. നോക്കാം. ബൈക്കിന് ഐ തിങ്ക് ടോള് കാണാൻ ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. നോക്കട്ടെ എങ്ങനെയാണെന്ന്.
നന്ദി രാജകുമാരി ഗ്രാമപഞ്ചായത്ത് എഗൈൻ പിന്നെയും വരിക. സോ ഇതിവിടുത്തെ ഒരു അത്യാവശ്യം ഭയങ്കര പോപ്പുലർ മൗണ്ട് ഫോർട്ട് വാലി സ്കൂളാണ്. അത്യാവശ്യം പോപ്പുലർ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ഇവിടെ ഒരുപാട് അപകടകരമായുള്ള വളവുകളും തിരിവുകളും ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. സോ കറക്റ്റ് വഴി മനസ്സിലാക്കാൻ പറ്റില്ലാത്തവർ മാക്സിമം സ്പീഡ് കുറച്ച് വന്നാൽ മതി. നമ്മൾ ലേറ്റായി എന്നും പറഞ്ഞ് ഒന്നും കുഴപ്പമില്ല. മാക്സിമം സേഫായിട്ട് വരിക, മാക്സിമം നല്ലപോലെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, നമുക്കൊരു ഹാപ്പി വൈബ്, നമ്മുടെ മൈൻഡ് ഹാപ്പി ആക്കുക, തിരിച്ചു പോവുക. ലേറ്റായിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്തായാലും എനിക്കിപ്പോൾ ഇന്നൊരു വേറൊരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് അത്യാവശ്യം ഞാനാണേലും ഇച്ചിരി സ്പീഡിൽ പോകുന്നത്. കാരണം എനിക്ക് 4 മണിയാകുമ്പോഴത്തേക്കും എത്തണം അവിടെ. അതാണ് എൻ്റെ ഒരു വൈബ്. സോ എനിവേസ് ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. എന്തായാലും ഐ തിങ്ക് എത്തും. എന്തായാലും ഇനിയിപ്പോൾ നല്ല ഗ്യാപ്പ് റോട്ടിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടയെന്ന് നമ്മൾ മൂന്നാർ എത്തും. പിന്നെ നമ്മൾ നേരെ റിട്ടേൺ ആണ്. എന്തായാലും പൂപ്പാറ കഴിഞ്ഞ് ഗ്യാപ്പ് റോഡ് അങ്ങ് കയറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പൂപ്പാറ എത്തിയിട്ടില്ല. ഇതാണോ? അല്ലല്ല, പൂപ്പാറ അപ്പുറത്താണ്. കുറേ നാൾ കൂടി വന്നുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ. അങ്ങനെ നമ്മൾ ഗ്യാപ്പ് റോഡിൽ കയറി ഇനി പൊളിക്കുക, അതാണൊരു ഏറ്റവും വലുത്. ഇനി ഒരു 1.5 പൊളി പൊളിക്കുക എന്നുള്ളതാണ് ഇവിടെ. വേറെ ഇത് നേരെ മൂന്നാർ ചെല്ലും. ഒരു ലെഫ്റ്റും റൈറ്റും ഒന്നുമില്ല, സ്ട്രെയിറ്റ് മൂന്നാർ. അടിപൊളി. ഇടയ്ക്കൊരു വഴി വരും സൂര്യനെല്ലി പോകാൻ വേണ്ടിയിട്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. വലത്തോട്ട് തിരിയണം. പക്ഷേ ഇത് നേരെ സ്ട്രെയിറ്റ് ആണ്. ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തിരിയേണ്ട ആവശ്യമില്ല. നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മൂന്നാർ എന്ന് കാണാം. അത്യാവശ്യം നല്ല അടിപൊളി വഴി എന്ന് പറഞ്ഞാൽ അടിപൊളി വഴിയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ആക്ച്വലി ചില പയ്യന്മാരൊക്കെ ഭയങ്കര ഓവർ സ്പീഡിൽ വന്ന് പല പ്രാവശ്യമായിട്ട് ആക്സിഡൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. ഓപ്പോസിറ്റ് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ ആടും പശുവും ഒക്കെ വഴിയിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. അതും ഒന്ന് ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല ഇതിൻ്റെ അകത്ത് ഈ വഴികളെ കുറിച്ച്. ഇവിടെ ഒരു 3-4 പോയിൻ്റ് ഉണ്ട് നമ്മളിതിലെ പോകുമ്പോൾ. അതും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം.
നമ്മൾ ഗ്യാപ്പ് റോഡിൽ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ്, ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. സോ ഇത് കണ്ടോ, ഇതിങ്ങനെ വ്യൂ പോയിൻ്റ് കേട്ടോ, അടിപൊളി വ്യൂ പോയിൻ്റ്. സോ ഇതിങ്ങനെ ഉണ്ട്. സോ ഗ്യാപ്പ് റോഡിൽ നല്ല പോലെ ഇതുണ്ടോ, കോട ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല കോട കാണാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ അവിടെ. ലുക്ക് അറ്റ് ദ വ്യൂ. സോ ഒരു വ്യൂ കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഇറങ്ങിയത്. വണ്ടി ഫുള്ള് ചെളിയായിട്ടുണ്ട് മഴയത്ത് ഓടിയിട്ട്. ഇറ്റ്സ് ഓക്കെ, വീട്ടിൽ ചെന്നിട്ട് നല്ലപോലെ വൃത്തിയാക്കി ക്ലീനാക്കി വെക്കാം. ബേബി, യു ആർ സോ സ്വീറ്റ്. ഈ ഒരു വൈബ് ഉണ്ടല്ലോ, എന്തൊക്കെ സാധനം അടിച്ചു കയറ്റി എന്ന് പറഞ്ഞാലും ഈ ഒരു വൈബ് ഇത് വേറെ ലെവലാണ് ഗൈസ്. കാരണം ഈ ഒരു അഡ്രിനൽ റഷ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ജീവിതത്തിൽ എന്ത് ചെയ്താലും കിട്ടുകയില്ലാത്തൊരു കിക്കാണ് ബൈക്കിൽ ഈ കിടന്ന് കളിക്കുന്ന കളി കളിക്കുമ്പോൾ. മനസ്സിലായോ? അതാണ് ഞാൻ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞത്. എനിക്ക് ഡ്രഗ്സിനോട് ഇതിനേക്കാളും കൂടുതൽ എനിക്കിതാണ് എൻ്റെ ഡ്രഗ്സ്. കാരണം വെൻ ഐ ഫീൽ ഡൗൺ ഞാൻ ബൈക്ക് എടുക്കും, കറങ്ങാൻ പോവും. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയാണ് നല്ല. അത് ഞാൻ ചില സമയത്ത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര എന്താ പറയുക, മെൻ്റലി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുമ്പോൾ ഞാൻ എന്നറിയാമോ, ഞാൻ ബൈക്ക് എടുത്ത് മൂന്നാർ വരുമായിരുന്നു, പർട്ടിക്കുലർലി ചോക്ലേറ്റ് കോഫി കുടിക്കാൻ. മനസ്സിലായോ? ബട്ട് റൈറ്റ് നൗ എങ്ങനെ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും ബൈക്ക് റൈഡ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു അത് വേറെ ലെവലാണ്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ എലഫൻറ്റ് ക്രോസിംഗ് സോണും കാര്യങ്ങളൊക്കെ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ എലഫൻറ്റ് ക്രോസിംഗ് സോണൊക്കെ ആട്ടോ ഇത്. നല്ല പണി കിട്ടും, നല്ല വിൻഡും ഉണ്ട്, നല്ല തണുത്ത കാറ്റ് അടിച്ച് കയറുന്നുണ്ട്. ഈ ഒരു വൈബ് ഒന്നും പറയാനില്ല അതിനകത്ത്. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം ഇതാണ്. സാധനങ്ങൾ കുത്തി കയറ്റാനും വലിച്ചു കയറ്റാനും കഞ്ചാവിട്ട് വലിക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്നൊരു കിക്ക് എന്ന് പറഞ്ഞാൽ 1-2 മണിക്കൂർ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കിക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടാവും. ആകെ ഇതിന് ഇച്ചിരി പെട്രോൾ അടിച്ചാൽ മതി, മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കിട്ടുന്ന വൈബ് 100% ആണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൈസ കൊടുത്ത് മേടിക്കണം ആ കിക്കിന് വേണ്ടിയിട്ട്. ഇത് വീട്ടിൽ തന്നെയുള്ള കിക്കാണ്. എപ്പോഴും ഒരു പ്രാവശ്യം മേടിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഇരിക്കുന്ന മുതലാണ്. അത് ഓടിക്കുന്ന ഒരു സുഖം വേറെ എന്തടിച്ചാലും കിട്ടത്തില്ല മായി. അതാണ് ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ കല്യാണം കഴിച്ച് 2 പിള്ളേരുമുണ്ട്. പുള്ളി ഇത്രയും വർഷമായിട്ട് റൈഡിങ്ങിന് പുള്ളിക്ക് ഇത്രയും പുള്ളി റൈഡ് ചെയ്ത് കാരണം പുള്ളിക്കത് ഭയങ്കര ഒരു ഇതാണ്. കാരണം പുള്ളിക്കൊരു ഡൗൺ തോന്നുമ്പോഴേ കാര്യങ്ങളെന്താ ബൈക്ക് എടുക്കും, ഒരു 100 കിലോമീറ്റർ കറങ്ങി വരും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലിങ് അത് വേറെ ലെവലാണ്. അത് വേറെ ഒരു സാധനത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ നമ്മൾ വേണ്ട ഇത് അടിച്ചു പൊളിക്കുന്നു, നേരെ പറന്നു പോകുന്നു. സോ നമ്മുടെ KSRTC പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത ഡബിൾ ഡെക്കർ ബസ് തന്നെ അവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോറി മോനെ, കൈ ടാറ്റ തരാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ വണ്ടിയുടെ ഗിയർ മാറത്. ഇതാണ് ഡബിൾ ഡെക്കർ ബസ്. കൊള്ളാം, ചെറുത് സാധനം കൊള്ളാം, നൈസ്. വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കുടിക്കാൻ, പാസഞ്ചേഴ്സിന് കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ട്. കൊള്ളാം, നൈസ്. ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമോ, അങ്ങനെയല്ലേ ആൾക്കാർക്ക് ത്രില്ലുള്ളൂ. അതാണ് രസം. ഓ, ഇതൊരു ഭയങ്കര ആന വളവാട്ടോ. ഭയങ്കര വളവെന്ന് പറഞ്ഞാൽ ഭയങ്കര ഉണ്ടോ. ഉണ്ടോ ഇതിൽ ഒരുപാട് പ്രാവശ്യം ഞാനിപ്പോഴും സത്യം പറഞ്ഞാൽ എൻടോർക്കിൽ ഒരുപാട് പ്രാവശ്യം ഈ വഴി കൂടെ നമ്മൾ വന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഞാൻ വരുന്ന ഈ വഴി കൂടെ വരുന്നത് നമ്മുടെ എൻടോർക്കയിലാണ്. എൻടോർക്കയിൽ ഞാനിതിൽ ഫസ്റ്റ് ടൈം പൊളിക്കുന്നത്.
പൊളിയല്ല സോറി, അടിച്ചു പൊളിക്കുന്ന ഈ ഒരു വഴിക്കടെ. കാരണം അന്ന് എൻഡോർക്കുമായിട്ട് വന്നിട്ട് അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇത് ഓൾറെഡി ഞാൻ ഒരു പ്രാവശ്യം ഡ്യൂക്കുമായിട്ട് ഇവിടെ വന്നായിരുന്നു. ബട്ട് ഇതേ സെയിം റൂട്ടിൽ കൂടെ തന്നെ. പക്ഷേ അന്നത്തെക്കാളും ഇന്ന് നല്ലൊരു പെർഫെക്റ്റ് വൈബാണ്. കാരണം ഇന്ന് കുറച്ചുകൂടെ തണുപ്പ് കൂടുതലുണ്ട്, അതിനനുസരിച്ച് വൈബ് വ്യത്യാസം വരും. ഇവിടെ നല്ല അടിപൊളി തണുപ്പ്, ഫ്രീസിങ്, കൈയൊക്കെ നല്ല ഫ്രീസായി പോകുന്നു. അമ്മാതിരി തണുപ്പ്, അയ്യോ ഒന്നും പറയണം, അമ്മാതിരി തണുപ്പ്. ഇങ്ങോട്ട് കയറിയപ്പോൾ കൂടി. ഇപ്പോൾ നമ്മളെ മൂന്നാർ എത്താറായി, അതാണ് തണുപ്പിച്ചിട്ട് കൂടിയത്. പക്ഷെ നമുക്ക് വിഷയമില്ല. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് ഇവിടെ. നല്ലപോലെ തണുപ്പ് കൂടിയിട്ടത്. ഫ്രണ്ടിലത്തെ മല നോക്കിയാൽ ഫുള്ള് കോട കയറിയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഫ്രണ്ടിൽ നല്ല കോടയാട്ടോ. ആക്ച്വലി നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ക്യാമറയിൽ, ബിക്കോസ് നല്ല പോലെ തണുപ്പ് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ മുകളിൽ കണ്ടോ മല കണ്ടോ കോട. അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പും കൂടെ ഇങ്ങോട്ട് വരും. പക്ഷെ നല്ല സെറ്റ് ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല സെറ്റ് ക്ലൈമറ്റാണ്. ഇതും ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഒരു മിനിറ്റ്, ഇതൊരു വ്യൂ പോയിൻ്റാ. വിട്ടേക്കാം. ഞാൻ ഓൾറെഡി ഉണ്ടല്ലോ, ഇതൊക്കെ ഒരുപാട് ഞാൻ കവർ ചെയ്തതാണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒരുപാട് നിങ്ങളെ ഇതാക്കാതെ. അടുത്ത ഭ്രാന്ത് കേട്ടോ, ഇവനെയൊക്കെ എന്താ ചെയ്യുക. എത്ര ഫൈൻ അടിച്ചാലും എത്രയൊക്കെ ചെയ്താലും നന്നാവില്ല എന്ന് പറയുന്നവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഒട്ടും സേഫ് അല്ല. അതും ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഒരു ബ്രേക്ക് പിടിക്കേണ്ട, ഒരു എമർജൻസി ബ്രേക്ക് പിടിക്കേണ്ടെന്ന് വഴി കിടക്കുമ്പോൾ പുറകിലത്തെ വീല് കയറി ഇറങ്ങിപ്പോവും ആളുടെ ദേഹത്ത്. പറഞ്ഞാൽ കേൾക്കത്തില്ല, പറഞ്ഞാൽ മനസ്സിലാകത്തുമില്ല. അതായത് നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും സംഭവിക്കാതെ ആൾക്കാരോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കത്തില്ല. സ്വന്തമായിട്ട് സംഭവിച്ചു കഴിയുമ്പോൾ പറയും, ഇനി ഞാൻ ഡെയിലി 10 പേരോട് പറയും, 1000 പേരോട് പറയും, 10000 പേരോട് പറയും എന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ആദ്യമേ പ്രിക്കോഷൻ എടുക്കണമല്ലോ. ശരിയാണ്, പ്രായത്തിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്, പക്വതക്കുറവുണ്ട്, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഓൾറെഡി പറഞ്ഞാണ് അപകടമായ രീതിയിൽ പോകരുത്. ഒരുപാട് പേര് ഫൈൻ അടിക്കുന്നതാണ്, ന്യൂസിൽ വരുന്നതാണ്. അപകടം വരെ പോയ ഫൈൻ അടിച്ചു, കാര്യങ്ങൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ടും യാതൊരു കൂസലും ഇല്ല കേട്ടോ. അതാണ് വേറൊരു സംഭവം. ഒരു കൂസലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രണ്ടിൽ നമ്മുടെ വേണ്ട പിങ്ക് പെട്രോൾ പോലീസ് പെട്രോൾ 1515 പോകുന്നുണ്ട്. സോ പിങ്ക് പോലീസാണ്. ഇത് മറ്റേ ലേഡി പോലീസുകാരുടെ വണ്ടി കേട്ടോ. സ്വിഫ്റ്റ് ഡിസയർ ആണ് വണ്ടി. ബോസ്. സോ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഒരു പ്രാവശ്യം ഒരു വീഡിയോ എടുത്താ കേട്ടോ ഇവിടെ വന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഏകദേശം മൂന്നാർ എത്താറായിട്ടുണ്ട്. തണുപ്പ് കൂടി അപ്പോൾ മൂന്നാർ എത്താറായി, അതാണ് അതിൻ്റെ അർത്ഥം. പണ്ട് ഫസ്റ്റ് ടൈമുമായിട്ട് ഞാൻ എൻഡോർക്കുമായിട്ട് വരുന്ന സമയത്ത് ഈ റോഡിലാണ് ഞാൻ ഷോർട്സിൽ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ഭയങ്കര കേവൊക്കെ എടുക്കുന്നത്. അത് ഈ ഒരു വളവിലൊക്കെ ആട്ടോ ഞാൻ എടുത്തത്. അന്ന് ആ വീഡിയോസൊക്കെ എടുത്ത് ഈ ഒരു വളവിലാണ്. എൻ്റെ ഫസ്റ്റ് ടൈം എൻഡോർക്കുമായിട്ട്
വന്ന സമയത്ത്, ഞാനും അന്ന് ആദ്യം കൂടെ വന്ന സമയത്ത് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്ത് ഇവിടെ ഈ വളവ് തിരിക്കുന്നതൊക്കെ കേവൊക്കെ എടുക്കുന്ന വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് ഷോർട്സിൻ്റെ അകത്ത്. മേ ബി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുതിയ ആൾക്കാരെ കാണാൻ ചാൻസ് ഇല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഇൻഫർമേഷൻ പറഞ്ഞത്. അത് അവിടെ വെച്ചായിരുന്നു ഞങ്ങൾ എടുത്ത് വന്ന് ഷൂട്ട് ചെയ്തു. മൂന്നാർ ടോൾ പ്ലാസയുടെ അവിടെ എത്തി നമ്മൾ. സോ ബൈക്കിനില്ല, കാറിന് ഐ തിങ്ക് 40 രൂപയാണെന്ന് തോന്നുന്നു. ഓക്കെ, കാർ വാൻ ജീപ്പ് LCV ബസ് ആൻഡ് ട്രക്ക്. അപ്പം ബൈക്കിന് എന്തായാലും ടോളില്ല. അപ്പം നമുക്ക് ഇവിടുന്ന് നൈസായിട്ട് ഇതിലങ്ങ് പോവാം, ഒരു കുഴപ്പമില്ല. ടോൾ പിരിക്കുന്നുണ്ടോ? ഓട്ടോമാറ്റിക് ടോളാണെന്ന് തോന്നുന്നു. ആൾക്കാർ ഇല്ല. ഫ്രണ്ടിലൊരു ബൈക്കേഴ്സ് ഗ്രൂപ്പ് പോകുന്നുണ്ട് നൈസായിട്ട്. ഓഹോ, ഈ വഴി ഇതുപോലെ കേരളത്തിലെ എല്ലാ വഴികളും ഉണ്ടല്ലോ, ഇതുപോലെ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ ആക്സിഡൻസും കുറഞ്ഞേനെ, ഓടിക്കാനും നല്ല സുഖമായിരുന്നു. മറ്റുള്ളവർ വരും എന്നിട്ട് ഞാൻ മറ്റേ ആ വാചകത്തിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞേനെ, അമേരിക്കയെ വെല്ലുന്ന റോഡാണെന്നോ എന്തൊരു ഡയലോഗ്, ന്യൂയോർക്കിനെ വെല്ലുന്ന റോഡ് ആണ് കേരളത്തിൽ എന്ന് ഞാൻ വിശ്വസിച്ചേനെ. ഈ ഒരു റോഡ് മാത്രമല്ല, കേരളത്തിലെ എല്ലാ റോഡുകളും ഇത്രയും നല്ല രീതിയിലാണ് ചെയ്തെങ്കിൽ. കാരണം സാധാരണ നമ്മുടെ റോഡുകളെല്ലാം ബമ്പിയുണ്ട്, ഒരു ബമ്പ് പോലെയുണ്ട്. ബട്ട് ഇതിൻ്റെ അകത്ത് കണ്ടോ, ഒരിടത്ത് പോലും ബമ്പി വളരെയധികം കുറവെന്ന് പറഞ്ഞാൽ വളരെയധികം കുറവ്. 99% ബമ്പിയില്ല, ഒരു 1% വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ വേണം കേരളത്തിലെ എല്ലാ റോഡുകളും. ആൻഡ് ഈ ഒരു റോഡിൽ അത്യാവശ്യം ബ്രേക്ക് പിടിച്ചാൽ നല്ല കൺട്രോളിൽ നിൽക്കുകയും ചെയ്യും വണ്ടി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതുപോലത്തെ രീതിയിൽ കേരളത്തിൽ വഴി ഫുള്ളായിട്ട് പണിയുവാണെങ്കിൽ എന്നിട്ട് പറയാൻ പറ്റും നമുക്ക്, അതായത് എന്താ, ന്യൂയോർക്കിനെ തോക്കുന്ന വഴിയാണ്, കോപ്പാണ് എന്നൊക്കെ. സോ ഇതൊരു ആക്ച്വലി വ്യൂ പോയിൻ്റാണ്. അറ്റ്ലീസ്റ്റ് നല്ലപോലെ കാണാനുള്ള ഇതുണ്ടല്ലേ, ഫുള്ള് വ്യൂ പോയിൻ്റ് ആട്ടോ. ഈ റോഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വ്യൂ പോയിൻറ്റ്സ് കിട്ടും, നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ്. ഓക്കെ, പക്ഷെ നമ്മുടെ കയ്യിൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഒരുപാട് നിങ്ങളെ പല പല വീഡിയോസിൽ കാണിച്ചുകൊണ്ടാണ് ഞാൻ ഒരുപാട് ലെങ്തി ആക്കാൻ നോക്കാത്തത്. ഓക്കെ, മാക്സിമം എന്തെങ്കിലും അഡീഷണലി വല്ലതും കിട്ടുമോ എന്നാണ് നോക്കുന്നത്. പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, കാരണം ഇന്നലെ നമ്മൾ ക്ലച്ച് മാറിയായിരുന്നു. ക്ലച്ച് മാറി, പക്ഷേ പിക്കപ്പ് അങ്ങോട്ട് ശരിയാവുന്നില്ല. നേരത്തെ ഒക്കെ ഓക്കെ ആയിരുന്നു, ഇപ്പോൾ കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോൾ പിക്കപ്പ് അങ്ങ് ശരിയാവുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ മൂന്നാർ ടൗൺ എത്താറായി. ഇനിയിപ്പോൾ ടൗൺ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുന്നൊരു കാര്യം, ഞാൻ ആലോചിക്കുന്നത് അവിടെ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിലൊന്ന് കയറി ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസാക്കി നോക്കാം. ബിക്കോസ് ശക്കലം ലൂസാക്കി നോക്കാം, കാരണം ഒട്ടും പ്ലേ ഇല്ല, അപ്പം ഹാർഡായിട്ടായിരിക്കുന്നത്. അപ്പോൾ ശക്കലം ഒന്ന് ലൂസാക്കി നോക്കാം, കാരണം നല്ലപോലെ പിക്കപ്പിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ. കാരണം ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് എന്നാ പറഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിൻ്റെ 4 ഇരട്ടി പിക്കപ്പ് കിട്ടേണ്ടതാണ് ഡ്യൂക്കിന്. അപ്പോൾ എന്തായാലും അതൊന്ന് നോക്കട്ടെ. ഇവിടെ ഒരു വർക്ക്ഷോപ്പ് കിട്ടി, അപ്പോൾ ജസ്റ്റ് ഒന്ന് ശക്കലം ഒന്ന് ലൂസാക്കി ക്ലച്ച്, കാരണം ഇച്ചിരി ഹാർഡ് പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ പിക്കപ്പിൽ ചെറിയ ഒരു ഇതുപോലെ തോന്നി. അത് കാരണം ഞാനൊരു ശക്കലം പ്ലേ ഇട്ട് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് നിലവിലൊന്ന് നോക്കട്ടെ. അപ്പോൾ കുറച്ചും കൂടെ വണ്ടി ഒന്ന് സ്മൂത്തായി എന്തായാലും. ഇനിയിപ്പോൾ നിലവിൽ വേറെ പരിപാടികളൊന്നുമില്ല. നേരെ ഇവിടുന്ന് ചോക്ലേറ്റ് മേടിക്കുന്നു, നേരെ ഒറ്റ പിടിയിൽ കബൂത്തർ. മറ്റേ ഒരു പടം ഉണ്ടല്ലോ നമ്മുടെ രജനീകാന്ത് സാറിൻ്റെ, എന്താ പറയുക, ഒരു ശിവാജിയൊക്കെ കഴിഞ്ഞിട്ടൊരു പടം വന്ന് കള്ളനായിട്ട്, എന്നിട്ടൊരു പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു പടത്തിൻ്റെ അത് പുള്ളി പറയുന്ന പോകാൻ വേണ്ടി പറയുന്നത് കബൂത്തർ എന്ന് പറയില്ല, അതാ സത്യം പറഞ്ഞാൽ ഓർത്ത് കേട്ടോ. സോ അതിൻ്റെ അത് പറയുന്ന പോലെ ഈ പരിപാടി കഴിയുന്നു, നേരെ കബൂത്തർ. ഓക്കെ, സോ ലെറ്റ്സ്. ഇപ്പോൾ നമ്മൾ വേണ്ട മൂന്നാർ ടൗൺ കഴിഞ്ഞു, പൈൻ ഫോറസ്റ്റ് എത്താറായിട്ടോ. പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ എത്താറായി. പൈൻ ഫോറസ്റ്റ് അല്ല, സോറി, പൈൻ കുറച്ചുള്ള നമ്മുടെ KSRTC സ്റ്റാൻഡ്, പിന്നെ ആ പൈൻ മരങ്ങൾ നിൽക്കുന്ന സ്ഥലം ഒക്കെ എത്താറായി. അത് കഴിഞ്ഞ് പിന്നെ നമുക്കൊരു ചെറിയൊരു ഇടത്തോട്ടൊരു വഴി കയറണം. കയറിയിട്ട് ചോക്ലേറ്റും പിന്നെ വീട്ടിലേക്ക് കുറച്ച് തേയിലപ്പൊടി വേണമെന്ന് മമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതും കൂടെ മേടിക്കുന്നു, വീട്ടിൽ പോകും. അത് രണ്ടും മേടിക്കുന്നു, നേരെ വീട്ടിൽ പോകുന്നു. മഴ കണ്ടുകൊണ്ട് ആക്ച്വലി റെയിൻ ലൈനർ എല്ലാം എടുത്തങ്ങ് ഇട്ടു. റെയിൻ ലൈനർ ഇട്ട് കഴിഞ്ഞപ്പോൾ മഴയും പോയി. എപ്പോഴും സംഭവിക്കുന്നൊരു കാര്യമാണിത്. കാരണം റെയിൻ ലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയില്ല. അത് റെയിൻ ലൈനർ അങ്ങ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മഴയും. ഭയങ്കര കോമഡി സീനായിപ്പോയി, ഒന്നും പറയണ്ട.
ഞാൻ അവിടെ നിന്ന് മറ്റേ നമ്മൾ സ്ഥിരമായിട്ട് ചോക്ലേറ്റും തേയിലപ്പൊടിയൊക്കെ മേടിക്കുന്ന കടയിലൊന്ന് കയറി. പ്ലാനറ്റ് കൊക്കോ എന്നാണ് പേര്. സോ നമുക്ക് ഞാൻ താഴത്തെ വഴിക്കടെയാണ് പോകേണ്ടത്. ഇവിടെ വന്നപ്പോൾ ചെറിയ മഴ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇട്ടേക്കാം. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം 4 മണിയാകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ 4 മണിക്ക് എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ലേറ്റ് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നൈസായിട്ട് ഞാൻ ഇത് ഇട്ടേക്കാം എന്നിട്ട് പോയേക്കാം എന്നുള്ള വഴി നിന്നു. താഴോട്ട് ഇറങ്ങിയതും മഴ നിന്നു. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. ഇതാണ് സംഭവിക്കാറ് പല സമയത്തും. ഇനി ഇങ്ങോട്ട് മഴയില്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇനിയിപ്പോൾ നിലവിൽ മഴ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറച്ച് ഓടട്ടെ, അത് കഴിഞ്ഞിട്ട് നിർത്താം. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ മഴ ഉണ്ടെങ്കിൽ പണിയാവുമല്ലോ. അടിമാലിയൊക്കെ എത്താറാകുമ്പോഴത്തേക്കും ഒരു ബ്രേക്ക് എടുക്കാം. അപ്പോഴത്തേക്കും ഇത് ചെയ്യാം. നോക്കട്ടെ എങ്ങനെയാണെന്നോ. അവിടെ നിന്ന് വണ്ടി കുറേ വരുന്നുണ്ടല്ലോ. UP, ഉത്തർപ്രദേശ്. ഇവിടുന്ന് വലത്തോട്ട് പോകുമ്പോഴാണ് മൂന്നാർ ടൗണ്. ഇനിയിപ്പോൾ നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്, അടിമാലിക്ക്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇടത്തോട്ട് കയറണം. ഇവിടെ വേണ്ട വെയിൽ നല്ല അടിപൊളി. എന്ത് ചെയ്യാനാ. അതിനെല്ലാം ഊരിയൊക്കെ മാറ്റി വെച്ച്. കാരണം ഇങ്ങോട്ട് ഫുള്ള് വെയിലാട്ടോ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയാണേലും വലിയ സീനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഞാനതങ്ങ് ഊരി മതി. കാരണം അത് ഭയങ്കര ഡിസ്കംഫർട്ടാണ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് തന്നെ നല്ലൊരു കംഫർട്ടബിളാണ്. പിന്നെ അങ്ങനെ മഴയുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇപ്പോൾ മഴയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ വിട്ടടിച്ച് പോകാൻ ഇങ്ങനെ ഫ്രീ ആണെങ്കിലുള്ള വിട്ടടിച്ച് പോകാനും നമുക്ക് പറ്റുള്ളൂ. സോ ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് ഒരു 4 മണിക്ക് മുമ്പായിട്ട് എന്തായാലും എത്തും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നോക്കട്ടെ എങ്ങനെയാണ്. പിന്നെ അത്യാവശ്യം സൺഡേ ആയിട്ട് നല്ല ക്രൗഡാണ് കേട്ടോ. ആൾക്കാർ നല്ലപോലെ കറങ്ങാനൊക്കെ ഇറങ്ങിയേക്കുന്നതുകൊണ്ട് നല്ല ക്രൗഡാണ്. വിഷയമൊന്നുമില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കാം, അതാണ് കുറച്ചുകൂടെ നല്ലത്. ആക്ച്വലി ഒരു 3-4 കിലോമീറ്റർ ലാഭം കിട്ടും. നമുക്ക് നേരെയും പോകാമെന്നേ ഉള്ളൂ. പക്ഷെ ഇതാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ഷോർട്ട് കട്ട്. സെയിം RS 200 ഇപ്പം നിലവിൽ പുതിയ വണ്ടിയുടെ പുറകിലത്തെ ടെയിൽ ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. സോ ഞാനൊരു വണ്ടിയെ കണ്ടായിരുന്നു. അതിപ്പോൾ ഒന്ന് ഏതോ ഒരാൾ നമ്മുടെ അവിടെ ഒരു പരിസരത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒന്ന് ചോദിക്കണം ഒരു ദിവസം ഒന്ന് റിവ്യൂ. അതാണ്ട് അടുത്തത് നിൽക്കുന്ന സൺറൂഫിൽ എല്ലാം തമിഴ്നാട് വണ്ടിയാണ് കേട്ടോ. ഐ തിങ്ക് തമിഴ്നാട് നിന്ന് വല്ലതും കറങ്ങാൻ വന്ന ഗ്രൂപ്പായിരിക്കും. വാട്ടർഫോളും ഉണ്ടോ അവിടെ, അതിമനോഹരം കേട്ടോ. പാറയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന അതിമനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം. മഴയത്ത് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഇതാണ് ഏറ്റവും സൂപ്പർ. നോക്കിയേ, ക്യാമറയിൽ എന്തോരം കാണുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് അമേസിങ്. ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. ഇവിടെ ഏറ്റവും നീളം കൂടിയ സിപ്പ് ലൈൻ ഇവിടെയാണ്. മൂന്നാറിലോട്ടുള്ള വഴിക്ക് നല്ല വഴിപ്പണിയാണ്. അതായത് വീതി കൂട്ടുന്നത് കണ്ടില്ലേ, മുഴുവൻ വീതി കൂട്ടുന്നതും കാര്യങ്ങളായിട്ട് മൊത്തം വഴിപ്പണിയാണ്. ഇപ്പം നമ്മൾ അടിമാലി എത്താറായി. സോ നമ്മൾ അങ്ങോട്ട് പോയത് പൂപ്പാറ വഴിയായിരുന്നു. അടിമാലിയിൽ നിന്ന് നമ്മൾ വന്ന വഴിക്ക് റൈറ്റ് തിരിഞ്ഞു. ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നേരെ അടിമാലി വന്ന് ചാടി. ഇതാണ് ആക്ച്വലി മെയിൻ മൂന്നാർ പോകുന്ന റൂട്ട്. സോ ഫുൾ വഴിപ്പണിയാണ്. അപ്പം അതായത് വീതി കൂട്ടാനുള്ള പരിപാടികളാണ്. മഴ പെയ്യോ ഇല്ലയോ എന്നറിയില്ല, ചെറിയൊരു ചാൻസ് ഉണ്ട് മഴ പെയ്യാൻ വേണ്ടിയിട്ട്. നോ ഐഡിയ, ലെറ്റ്സ് സീ. മഴ പെയ്യാനുള്ള ചെറിയൊരു ഐഡിയയും കാര്യങ്ങളും ഉണ്ട്, ചെറിയ തൂളലും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ട്. അപ്പം നമ്മൾ വേണ്ട അടിമാലി എത്തി. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റാണ് അങ്ങോട്ട് പോയത്. ഇനിയിപ്പോൾ നമ്മൾ എന്ത് കാണിക്കുക. കേട്ടില്ല. ഫുഡ് പിന്നെ മഴയ്ക്ക് മുമ്പ് ചുരം ഇറങ്ങാൻ നോക്കാം, അത് കഴിഞ്ഞ് ഫുഡ് അടിക്കാം. മഴയ്ക്ക് മുമ്പേ ചുരം ഇറങ്ങാൻ നോക്കാം, അത് കഴിഞ്ഞ് ഫുഡ് അടിക്കാം. സോ മഴ വേണ്ട കാര്യമായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം നമ്മൾ മാക്സിമം ആ വാട്ടർഫോളൊക്കെ കഴിയുവാണെങ്കിൽ ചിലപ്പോൾ മഴ കാണാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതങ്ങ് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ. സോ ഇനിയിപ്പോൾ എന്നാലും അത്യാവശ്യം വീതിയുള്ള വഴിയാണ്.
നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും സ്പീഡിൽ, വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ മഴയാണ് ചെറിയൊരു പ്രശ്നം. ഒരുപാട് മഴയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കയറി നിൽക്കും. ഒരുപാട് മഴ കുറയും, ചിലപ്പോൾ അങ്ങോട്ട് മാറുമ്പോൾ ചിലപ്പോൾ മഴ കാണത്തില്ല, മനസ്സിലായോ? അതാണ് ഞാൻ പിന്നെ വിട്ടടിച്ചിങ്ങനെ പോരാൻ പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് അവനോട് വിട്ടടിച്ച് പോരാൻ പറഞ്ഞത്. സോ ഇനിയിപ്പോൾ എന്തായാലും മാക്സിമം നോക്കട്ടെ. വെള്ളച്ചാട്ടം ക്രോസ് ചെയ്യുവാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് പിന്നെ വലിയ മഴ കാണാൻ ചാൻസ് ഇല്ല. വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തോട്ട് മഴ കാണുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് കോതമംഗലം വരെ മഴയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ഞാൻ വന്ന് രാത്രി വന്ന് ഈ ഇതിപ്പം നിലവിൽ ഓഹോ നല്ല മഴ. വാട്ട് ദ ഹെൽ, എവിടെയൊന്ന് കയറാം? എന്തായാലും അപ്പോൾ ഇവിടെ നിൽക്കാം, അതേ നടക്കുകയുള്ളൂ. നല്ല അടിപൊളി മഴ, മഴയത്തേക്കടെ വണ്ടി ഓടിച്ച് കളിക്കുന്നു. ഇങ്ങോട്ട് നല്ല മഴയാട്ടോ, നല്ല അമ്മാതിരി മഴ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും.